ചേലക്കരയിൽ നിന്ന് ആനന്ദ് പുത്തൂറും കൂടി ചേരുകയാണ്. ആനന്ദ്, ചേലക്കരയിൽ എത്ര ശതമാനം പോളിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതോടൊപ്പം തന്നെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും വോട്ട് ചെയ്യുന്നതിനായിട്ടുള്ള നിര പല ബൂത്തുകളിലും ഉണ്ടോ? അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? രോഹിണി, എന്തായാലും ഈ 5:30 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 69.43% ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇനി പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ വരാനുണ്ട്. എന്തായാലും മിക്ക ബൂത്തുകളിലും തിരക്കൊഴിഞ്ഞിട്ടുണ്ട്. 6 മണിയായി. ഞാനിപ്പോൾ നിൽക്കുന്ന ബൂത്തുകളിലെല്ലാം ഈ 120 ഈ ബൂത്തിലൊക്കെ പൊതുവെ ആളുകൾ ഒഴിഞ്ഞുള്ള ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ട് സ്ത്രീ വോട്ടർമാരാണ്. ഏതാണ്ട് 71% വോട്ടർമാർ സ്ത്രീകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ 67.45% പുരുഷ വോട്ടർമാരാണ് ഉള്ളത്. അപ്പോൾ ഒരു 4% വ്യത്യാസം കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ള സ്ത്രീ വോട്ടർമാർ തന്നെയാണ്. അത് സ്വാഭാവികമാണ്. കാരണം 1,11,000-ലധികം വോട്ടുകളാണ് ഇവിടെ സ്ത്രീ വോട്ടർമാർക്കായിട്ടുള്ളത്. പുരുഷന്മാർക്ക് 1,04,000 വോട്ടും. എന്തായാലും ഈ പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള നിഗമനങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും കഴിഞ്ഞ തവണ ഏതാണ്ട് 77% വോട്ട് 77.56% വോട്ടാണ് ചേലക്കര നിയോജകമണ്ഡലത്തിൽ പോൾ ചെയ്തിരുന്നത്. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 1960 ശേഷം വരുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആ തലത്തിലേക്കുള്ള ആളുകൾ വളരെ കൂട്ടമായി തന്നെ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. കാരണം നമ്മൾ കണ്ടതാണ് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 12 മണി വരെ കനത്ത പോളിംഗ് തന്നെയാണ് എല്ലാ ബൂത്തുകളിലും നടന്നിരുന്നത്. പിന്നീട് 2 മണി വരെ ഏതാണ്ട് അത് മന്ദഗതിയിലായെങ്കിലും പിന്നീട് വീണ്ടും തിരിച്ച് ഒരു 3 മണി മുതൽ ഈ ഒരു 6 മണി വരെയുള്ള സമയത്ത് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ സ്ത്രീ വോട്ടർമാരുടെയുള്ള ഒരു സാന്നിധ്യം വോട്ട് ചെയ്യാൻ എത്തുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത് 23-ാം തീയതി ആണെങ്കിൽ കൂടി കൃത്യമായിട്ടുള്ള ഒരു പോളിംഗ് നടന്നിരിക്കുന്നു. ആളുകൾ തെരഞ്ഞെടുപ്പിനോട് വളരെ അനുകൂലമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു, വിധി എഴുതിയിരിക്കുന്നു. ഇനി 23-ാം തീയതിയാണ് അത് ആർക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് എഴുതിയെന്ന് നമുക്കറിയണം. കാരണം 10,436 വോട്ടർമാരാണ് ചേലക്കര മണ്ഡലത്തിൽ പുതുതായി ചേർത്തിട്ടുള്ള വോട്ടർമാർ. 2,13,000-ഓളമാണ് ഈ മണ്ഡലത്തിലെ ആകെ വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കണക്കുകൾ വരേണ്ടതുണ്ട്. അത് വെച്ചിട്ടായിരിക്കാം നമുക്ക് കൂടുതൽ വിശകലനത്തിൽ കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും രാവിലെ തന്നെ NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ പറഞ്ഞത് വോട്ടിംഗ് ശതമാനം ഉയരുന്നതിൽ തീർച്ചയായിട്ടും NDAക്ക് അനുകൂലമായിട്ട് മാറും എന്ന് തന്നെയാണുള്ളത്. അത് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ വോട്ട് വർധന BJP കാര്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 35,000-ഓളം വോട്ടുകളാണ് BJPക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പൊതുവെ എല്ലാ ബൂത്തുകളും ചേലക്കരെ സംബന്ധിച്ചിടത്തോളം അടച്ചു കഴിഞ്ഞു. 6 മണിക്ക് എല്ലാവരും ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ അവസാനം അതായത് ഈ 5:30 മുതൽ 6 മണി വരെയുള്ള ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാത്ത ആളുകളെ തേടി പിടിച്ച് വീട്ടിലെത്തി ബൂത്തിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് മടങ്ങിയ ആളുകളെല്ലാം ബൂത്തിലെത്തി വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും സമ്പൂർണ്ണമായിട്ടുള്ള കണക്കുകൾ ഏതാണ്ട് 6:30 കൂടി തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രോഹിണി, അതെ ആനന്ദ്, ഔദ്യോഗികമായ കണക്കുകൾ വരാൻ ഇനിയും സമയമെടുക്കും. അതിനു മുൻപ് ഇപ്പോൾ വോട്ടിംഗ് സാമഗ്രികളൊക്കെ അതത് ബൂത്തുകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയിലേക്കാണോ കടന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥർ? തീർച്ചയായിട്ടും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാമഗ്രികളെല്ലാം ഇനി ചെറുതുരുത്തിലുള്ള സ്കൂളിലേക്കാണ് മാറ്റുന്നത്. രാവിലെ മുതൽ തന്നെ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ഈ അധിക സ്ഥലങ്ങളിലൊന്നും അത്തരത്തിൽ സാമഗ്രികൾ തകരാറായിരുന്നില്ല. ഏതാണ്ട് ഈ NDA സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ വന്ന 116-ാമത് ബൂത്തിൽ അരമണിക്കൂറോളം ഇത്തരത്തിൽ ഒരു വോട്ടിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ഒഴിച്ചാൽ വലിയ പ്രകടമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഈ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആശ്വാസം പകരുന്നത് തന്നെയാണ്. മറ്റൊന്ന്, വലിയ രീതിയിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും മണ്ഡലത്തിലുണ്ടായിട്ടില്ല. വോട്ടിംഗ് പൊതുവെ സമാധാനപൂർണ്ണമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഏതാണ്ട് 14ഓളം പ്രശ്നബാധിത ബൂത്തുകളാണ് ചേലക്കര മണ്ഡലത്തിലുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷ തന്നെയാണ് പൊതുവെ ഒരുക്കിയിരുന്നത്. ഏതാണ്ട് 600-ലധികം പോലീസുകാരെയും ഒരു കമ്പനി കേന്ദ്രസേനയും ഇവിടെ നിയോഗിച്ചിരുന്നു. അപ്പോൾ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലറ ചില്ലറ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഒഴിച്ചാൽ, അതായത് രാഷ്ട്രീയ പാർട്ടികളും പോലീസുകാരും ഒഴിച്ചാൽ ഒരു സംഘർഷത്തിലേക്കോ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കോ കടന്നിട്ടില്ല. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപൂർണ്ണമായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇനി ഈ വോട്ടിംഗ് യന്ത്രങ്ങളെല്ലാം തൊട്ടടുത്തുള്ള ചെറുതുരുത്തി സ്കൂളിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് ആയിരിക്കും കൂടുതൽ ബാക്കിയുള്ള അതിൻ്റെ പരിശോധനകളും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാവുക. രോഹിണി, ശരി ആനന്ദ്. വയനാടും ചേലക്കരയിലും വോട്ടെടുപ്പ് പോളിംഗ് സമയം അവസാനിച്ചിരിക്കുകയാണ്. ആനന്ദും അർജുനുമാണ് വിവരങ്ങൾ നൽകിയത്.